മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികരെ ആക്രമിച്ച സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ആക്രമണത്തിൽ പങ്കെടുത്ത 3 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് ജബൽപൂർ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, നേരത്തെ ഈ കേസെടുക്കാൻ പോലീസ് വൈകിയതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഉന്മേഷ്, ഈ സംഭവം നടന്ന ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോലീസ് ഈ കേസിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായത്. ആദ്യഘട്ടത്തിൽ പ്രതികൾ ആരും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് പോലീസ് പറഞ്ഞത്. ഏതായാലും ഏറ്റവും ഒടുവിൽ രാത്രിയോടെ 3 പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് പോലീസിന്റെ വാദം. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ലോകം മുഴുവൻ കണ്ടതാണ്. ഈ സംഭവങ്ങളിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് കൃത്യമായ ബോധ്യം പോലീസിന് ഉണ്ടാവേണ്ടതുമാണ്. പക്ഷെ പോലീസ് ഇപ്പോൾ പറയുന്നത് 3 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞു, ശേഷിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങി എന്നതാണ്. സംഭവം നടന്ന് ഇപ്പോൾ 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് പോലീസ് ഇനിയും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞ ശേഷം അവരെ കൂടി പ്രതി ചേർക്കും എന്ന് പോലീസ് പറയുന്നു. പക്ഷേ പ്രതികളെ ആരെയും തന്നെ പെട്ടെന്ന് പിടികൂടാനുള്ള സാധ്യതയും ഇല്ല എന്നതുകൂടി ഉണ്ട്. പോലീസ് പ്രതികളൊക്കെ തന്നെ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയി എന്നൊരു ന്യായം കൂടി നേരത്തെ തന്നെ വൈദികരോട് പറയുന്നതുമാണ്. കേസെടുക്കാൻ വൈകുന്നത് എന്തേ എന്ന ചോദ്യത്തിന് നവരാത്രി ഉത്സവമുണ്ട്, അത് കഴിയുന്നത് വരെ കാത്തിരിക്കണം എന്നതായിരുന്നു പോലീസിന്റെ മറുപടി. അതിനു മുൻപ് ഏതെങ്കിലും നിയമ നടപടി സ്വീകരിച്ചാൽ അത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതായിരുന്നു പോലീസിന്റെ ന്യായവാദം. ഒപ്പം തന്നെ പ്രതികൾ അതിനോടകം തന്നെ ഒളിവിൽ പോയി എന്നുള്ള കാര്യം കൂടി ഒരു വിചിത്ര ന്യായവാദമായി പോലീസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയ വിമർശനങ്ങൾ നേരിട്ടതിന് ശേഷം മാത്രമാണ് പോലീസ് ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. ഇപ്പോൾ 3 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. ശേഷിക്കുന്ന ആളുകളെ ഇനി ദൃശ്യങ്ങൾ കണ്ട് പരിശോധിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. പ്രതികളെ പിടികൂടാൻ ഇനിയും എത്ര സമയമെടുക്കും എന്ന കാര്യം കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഉന്മേഷ്. ശരി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.